വെച്ചു. ഈ പോകുന്ന വഴിക്കൊക്കെ ചേട്ടന്മാർ ചറപറ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നല്ല ഭംഗിക്ക് ഇവന്മാർ ഇതെല്ലാം കൊണ്ട് ഫേസ്ബുക്കിൽ അപ്ലോഡും ചെയ്യുന്നുണ്ട്. റോക്കി വിത്ത് ഗൈസ് എന്നൊക്കെ പറഞ്ഞു. ഈ കോളേജിലുള്ള എല്ലാ ടീച്ചേഴ്സും പ്രിൻസിപ്പളും എല്ലാം ഇവരുടെ ഫ്രണ്ട്സാണ് ഫേസ്ബുക്കിൽ. അപ്പോൾ ഇവർ നോക്കുമ്പോഴത്തേനും സീനിയേഴ്സൊക്കെ ഇവിടെ കറങ്ങാൻ വേണ്ടി പഠിക്കും. ടീച്ചേഴ്സ് നോക്കുമ്പോൾ സീനിയേഴ്സ് അല്ലേ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അവർ നോക്കുമ്പോഴത്തേനും ഒരു 5-6 സീനിയേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ചി ഇറക്കാൻ ചിരിച്ചുകൊണ്ട് ഈ വിക്ടറിയൊക്കെ കാണിച്ച് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാണ് ഞാനാന്നേ. പക്ഷെ ഞങ്ങൾ ഇതൊന്നും അറിയാതെ ടൂറൊക്കെ അടിച്ച് പൊളിച്ച് തിരിച്ച് കോളേജിലേക്ക് വരുന്നു. ഞാൻ ഈ പനിയാന്ന് കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു മൂലയ്ക്ക് പോയിട്ട് പമ്മിയിരിക്കുക. ടീച്ചർ വിളിച്ചു, മോനെ വരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നേരെ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ എന്നെ പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് വിട്ടു. അദ്ദേഹം പറഞ്ഞു പേരൻസുമായിട്ട് നീ ഇനി ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഒരു വ്യാഴാഴ്ച ഞാൻ എൻ്റെ അപ്പനായിട്ട് നേരെ കോളേജിലേക്ക് പോവാം. നിങ്ങൾ എൻ്റെ അപ്പൻ്റെ അന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഇല്ലാത്ത കാശ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടവ് മേടിച്ചിട്ട് എന്നെ